ഈശ്വര, വാഴകളെല്ലാം രണ്ടാൾ പൊക്കത്തിലങ്ങ് വളർന്നു. ഒന്ന് വെട്ടിയെടുക്കാൻ തന്നെ എന്തൊരു പാടുപെട്ടു. ദേ ഫാറു നോക്കിയേ, പച്ചടി, കിച്ചടി, അവിയല്, തോരൻ, ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പപ്പടം കൂടി കാച്ചിയാ മതി. പായസം അടുപ്പില്ല, ഒന്നിനും ഒരു കുറവും വരരുത്. ആ വസു ഇതിനിടയ്ക്ക് വന്ന് കേറല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ എനിക്ക്. സദ്യക്ക് മുന്നേ അവൾ എത്തിയാലേ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാ. വസുന്ധരമേടെ ഇല്ലെങ്കിൽ എന്താ, ആ ശിവാനി ഇവിടെ ഉണ്ടല്ലോ. പ്രശ്നം ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ ശിവാനി ആലോചിച്ച് കണ്ടുപിടിച്ചോളൂ. ദേ, നീ വെറുതെ കരുനാക്കെടുത്ത് വളയ്ക്കല്ലേ. ഈ സന്തോഷമെങ്കിലും സമാധാനമായിട്ട് അവരൊന്ന് ആഘോഷിക്കട്ടെ. പറഞ്ഞത് കേട്ടില്ലേ? ഹാൻഡ്സ് അപ്പ്. കൈ രണ്ടും പൊക്കി പിടിക്കാൻ. ഹാൻഡ്സ് അപ്പ്. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ? കൈ പൊക്കാൻ പറഞ്ഞത് കേട്ടില്ലേന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അഹങ്കാരി. പിന്നെ ഞാനിന്ന് വേണ്ട വേണ്ട. എന്തിനാണ് ഈ ഹോസ്റ്റലിലെ മതിലും ചാടി ഇങ്ങോട്ട് പോകുന്നത്? നിനക്ക് ക്ലാസ് ഇല്ലേ? ക്ലാസ് ഉണ്ട്, കുട്ടികളുണ്ട്, ടീച്ചറും ഉണ്ട്. പക്ഷേ ഈ യാമിനി ഗോപിനാഥ് മാത്രം അവിടെ ഇല്ല. എന്റെ പാറു, പരീക്ഷയായിട്ട് ക്ലാസ്സും കട്ട് ചെയ്ത് പോന്നല്ലേ? ആഹാ, എന്റെ അമ്മേ, എന്റെ ചേട്ടനും ചേച്ചിയും ആദ്യമായിട്ട് കണ്ട ദിവസം ഇന്ന്. സദ്യയൊക്കെ ഒരുക്കി നിങ്ങൾ ഇവിടെ ആഘോഷിക്കുമ്പോഴേ ഞാൻ അവിടെ പഠിത്തം, പരീക്ഷ എന്നൊക്കെ പറഞ്ഞിരിക്കണ്ടേ? നടക്കില്ല. നിധി ചേച്ചി വിളിച്ചു പറഞ്ഞതും ഞാൻ മതില് ചാടി. അല്ല, സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്തായി? എല്ലാം ആയോ? ആദ്യം മോളി പോയി കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വാ. ചെല്ല്. വെയിറ്റ്. ആദ്യം അടുക്കളയിൽ ഒരു ഓട്ടപ്രദക്ഷിണം, അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ബൈ. ഓ, ഇവളുടെ കാര്യം. എന്തായാലും പ്രണവ് ഇന്ന് ഓഫീസിൽ പോവാതിരുന്നത് നന്നായി. ഇന്നിവിടെ 16 കൂട്ടം കറികളും പായസവും ഉൾപ്പെടെ ഉഗ്ര സദ്യയിലെ ഒരുക്കുന്നത്. അടിപൊളിയായിട്ട് കഴിക്കാല്ലോ. സദ്യയോ? എന്തിന്? എന്ത് വിശേഷം? അയ്യോ, വിശേഷം എന്താണെന്നോ? ഈശ്വരമംഗലത്ത് ഏറ്റവും ഐശ്വര്യമുള്ള ദിവസമല്ലേ ഇന്ന്. അതായത് ഗൗതവും നിധിയും തമ്മില് ജീവിതത്തിൽ ആദ്യമായിട്ട് പരസ്പരം കണ്ട ചരിത്ര മുഹൂർത്തം നടന്ന ദിവസം ഇന്ന്, മാർച്ച് 18. ഇന്നുച്ചയ്ക്ക് എന്ത് ചെയ്യും പ്രണവേ? പട്ടിണിയാവൂലോ? നമുക്കേ ഓൺലൈനിൽ എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? അതിന്റെ ആവശ്യം എന്തോ? പിന്നല്ലാതെ ആത്മാഭിമാനമുള്ള ആർക്കെങ്കിലും ചെന്നിരുന്ന് ഇന്നത്തെ സദ്യ കഴിക്കാൻ പറ്റുമോ? നാണം തോന്നില്ലേ? ഇന്ന് നിർമ്മല ആന്റി അമ്മയും ചേർന്ന് അടുക്കളയിൽ ഉണ്ടാക്കിയിരുന്നത് സദ്യ അല്ലായിരുന്നെങ്കിലോ? എന്നത്തെയും പോലെ ഭക്ഷണമായിരുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമുക്കത് നമ്മൾ കഴിക്കും. അത്രേ ഉള്ളൂ. ഭക്ഷണത്തിന്റെ ഐറ്റം മാത്രമേ മാറുന്നുള്ളൂ, നമ്മൾ കഴിക്കുന്നു. പക്ഷെ അവരുടെ ആഘോഷത്തിലൊന്നും നമ്മൾ പങ്കെടുക്കുന്നില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രം. ഈ വീട്ടിലുണ്ടാക്കുന്നത് എന്താണെങ്കിലും, അതിപ്പോ സദ്യ ആണെങ്കിലും കഞ്ഞിയാണെങ്കിലും ഒരു തെറ്റുമില്ല. ജിഷ്ണു, சொல்லடா എങ്കേ? ഈ വാല് കൊണ്ടൊന്ന് കുഴലിടുന്നത് വെറുതെ വളഞ്ഞിരിക്കും. എന്ത് ചെയ്യും? വസുന്ധര എന്റെ ഒന്ന് വിളിച്ചു നോക്കാം. എങ്ങനെയെങ്കിലും ഇത് കുളമാക്കിയില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടില്ല എനിക്ക്. അല്ലെങ്കിൽ അതെ, ഒരു ആവശ്യത്തിന് വസുന്ധര ആന്റി ഫോൺ എടുക്കൂല. ജ്യോതി ആന്റി ഒന്ന് വിളിച്ചു നോക്കാം. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാതിരിക്കില്ല. ഇത് കൊളാക്കുക എന്നതിപ്പോ എന്റെ ആവശ്യമായി പോയില്ലേ.
ഒന്ന് ഇടുക്കിന്റെ ജ്യോതി ആന്റി. രണ്ടെണ്ണം കണക്കാ. ഇപ്പൊ എന്ത് ചെയ്യും? ആ, ഞാനും അത്ര മോശമല്ലല്ലോ. ഈ ശിവാനിയുടെ കളി ഈ സദ്യ ഞാനിന്ന് കുളമാക്കും, അത് ഉറപ്പാ. പണ്ട് ഞാൻ പപ്പടം പൊള്ളിക്കുന്ന മണം കിട്ടിയാ മതി, അപ്പം ഗൗതം ഓടി അടുക്കളയിൽ വരും. പാറു പാറൂന്ന് വിളിച്ച് പൊള്ളിച്ചിടുന്ന ഓരോ പപ്പടവും അവന് അപ്പൊ തന്നെ തിന്നും. അതായിരുന്നു സ്വഭാവം. ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ? ഗൗതം കുഞ്ഞിലെ മുതല് പാർവതി പാറൂന്ന് തന്നെയാണോ വിളിക്കുന്നത്? അമ്മയെന്ന് വിളിച്ചിട്ടേ ഇല്ലേ? ആഹാ, കുറച്ചൊന്ന് ഇടം വിട്ട് വന്നപ്പോഴേ എന്ത് ചോദിക്കാന്നായോ? മതി മതി, വേഗം ജോലി എടുത്തിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നോക്ക്. ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. പാർവതി ഗൗതമിനെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കണം. പാർവതി ഗൗതം അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാനാ എനിക്കിഷ്ടം. ചേട്ടൻ വേണമെങ്കിൽ നിർമ്മല ആന്റി അമ്മേന്ന് വിളിക്കും, എന്നാ എന്റെ അമ്മേനെ പാറൂന്നേ വിളിക്കൂ. ആഹാ, എങ്കിലതൊന്നും കാണണല്ലോ. അവൻ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് നിനക്ക് കേൾക്കണോ? ആ, കേക്കണം. ഒന്ന് വിളിപ്പിക്കാമോ അമ്മയ്ക്ക്? എന്നാ നീ നോക്കിക്കോ, ഇന്നത്തോടെ അവന്റെ പാറു വിളി ഞാൻ അവസാനിപ്പിക്കും. അവനെ കൊണ്ട് എന്നെ അമ്മയെന്ന് വിളിപ്പിച്ചിട്ട് തന്നെ ഇനി വേറെ കാര്യം. ആ, ചേട്ടൻ വന്നു തോന്നുന്നു. ആഹാ, ഹായ്. എടി കാന്താരി, നീ ഇതെപ്പോ എത്തി? നിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞോ? എന്റെ ചേട്ടനും മേടത്തിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അടിപൊളി ദിവസം ഇവിടെ ആഘോഷിക്കുമ്പോ എന്റെ എക്സാം ചേട്ടാ. എക്സാം ഒക്കെ വരുമ്പോ ഞാനിങ്ങ് പോകുന്നേ. ആ, അത് ശരി. അപ്പൊ നിധി വിളിച്ച് കാര്യം പറഞ്ഞ് കേട്ടപാടെ നീ ഹോസ്റ്റലിൽ നിന്ന് ബാഗും തൂക്കി ഇറങ്ങുകയും ചെയ്തു, അതല്ലേ സത്യം? എടാ മോനെ, ഇതൊന്നും ഞാൻ അറിഞ്ഞ ഏർപ്പാടല്ല. നാത്തൂനും ചേർന്നുള്ള ഒത്തുകളിയാ. ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കണം. ഹോസ്റ്റലിലെ കഞ്ഞിയും പയറൊക്കെ തിന്ന് ഞാൻ മടുത്തു. അച്ചൂടാ, നിധി വന്നില്ലേ പാറു? സമയം എന്തായി? 12 മണിക്കല്ലേ അമ്പലം അടയ്ക്കൂ. അല്ല, മണി ഇപ്പൊ തന്നെ ഒന്നാകാൻ പോകുന്നല്ലോ. 12 മണിക്ക് അമ്പലം അടച്ചാലും എത്താനുള്ള സമയം കഴിഞ്ഞല്ലോ പാറു. ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയതിലുള്ള നന്ദി ദൈവത്തിനോട് പറഞ്ഞിട്ടും തീരുന്നില്ലായിരിക്കും. അതാ ഇത്ര ഡിലേ.